സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു മലയാള സിനിമ കൂടെ 100 കോടി ക്ലബിലേക്ക് എത്തുന്നു. അതും വളരെ പെട്ടെന്ന് വെറും 11 ദിവസങ്ങൾ കൊണ്ടാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന 100 കോടി ക്ലബിലേക്ക് കയറുന്നത്. ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് 97 കോടി ഇന്നലെ വരെയുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 35 കോടിയോളം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 22 കോടിയോളം, അങ്ങ് ഓവർസീസിൽ നിന്ന് 40 കോടിക്ക് മുകളിൽ. അങ്ങനെ സിനിമ മൊത്തത്തിൽ 97 കോടിക്ക് മുകളിൽ. ഇന്നത്തെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ അല്ലെങ്കിൽ ഇതിനോടകം സിനിമ 100 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സമീപകാലത്ത് 2018 എന്ന സിനിമ നമ്മൾ കണ്ടു, വേൾഡ് വൈഡ് ആയിട്ട് 175 കോടി നേടുന്ന കാര്യം. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ സിനിമയും നമുക്ക് ഉറപ്പിക്കാം, ആദ്യ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ പോലെ മലയാളത്തിന്റെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ഇവിടെ ഒരുങ്ങുക തന്നെയാണ്. എന്താണെങ്കിലും ജനങ്ങൾ ഒരു കാര്യം സമ്മതിക്കുകയാണ്, വേറെ ഒന്നുമല്ല, നല്ല സിനിമകൾ തരൂ, ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ്. അതായത് മലയാള സിനിമയുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. മലയാള സിനിമയെ ലോക സിനിമ സ്വീകരിക്കണമെങ്കിൽ അതിൽ കണ്ടന്റ് ഉണ്ടാവണം. നമുക്കറിയാം, മികച്ച അഭിനയമോ കാര്യങ്ങളോ മാത്രം പോരാ, ഒരു പക്ഷേ ആളുകളെ പിടിച്ചിരിക്കുന്നത് അത് തന്നെയാണ് സിനിമയുടെ പ്രത്യേകതയും മാസ്മരികതയും എന്ന് തന്നെ പറയാം. ഇവിടെ റെക്കോർഡ് തൂക്കി തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് കുതിക്കുന്നത്. വെറും 50 ഷോകൾ മാത്രമായിട്ട് തമിഴ്നാട്ടിൽ തുടങ്ങിയ സിനിമ ഇന്ന് 1200ഓളം ഷോകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തമിഴ് സിനിമകൾ അവിടെ നിറഞ്ഞ് ഓടുന്നു എന്നുള്ള കാര്യം. അവിടെ രജനീകാന്തിൻ്റെ സിനിമ പോലും അവിടെ ഓടുമ്പോൾ അതിൻ്റെ മുകളിലുള്ള കളക്ഷനാണ് ഈ ഒരു തിങ്കളാഴ്ച ഈ സിനിമ നേടിയത്. നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് 50 ഷോസിൽ തുടങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ 1200 ഷോകളിലെത്തുമ്പോൾ രണ്ടാം തിങ്കളാഴ്ച 2.80 കോടി കളക്ഷൻ നേടി രജനിയുടെ ലാൽ സലാമിനെ പിന്നിലാക്കി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതാണ് ഈ ഒരു സിനിമയുടെ പവർ. കാരണം ഈ ഒരു കണ്ടന്റ് ആളുകളെ അത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നതാണ്. മികച്ച രീതിയിലുള്ള ചിത്രീകരണവും മികച്ച രീതിയിലുള്ള അഭിനയവും ഒപ്പം മൊത്തത്തിൽ ആളുകളെ പിടിച്ചിരുത്തുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഈ വർഷം 19 കോടിയുമായിട്ട് 19.5 കോടി, അതായത് 20 കോടി കഴിഞ്ഞിരിക്കുന്നു ഈ സിനിമ എന്നുള്ളതാണ്. ഹയസ്റ്റ് ഗ്രോസ് റൈൽ നിൽക്കുന്നു, മൂന്നാമത്തെ എന്നാണ് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു, മലയാളത്തിൽ നിന്ന് രേഖകളിൽ പറയുന്ന പ്രകാരം 4ാമത്തെ 100 കോടി എന്ന് തന്നെ പറയാം. ട്രാക്ഡ് കളക്ഷൻസ് തുടങ്ങിയതിന് ശേഷമുള്ള 2ാമത്തെ 100 കോടി എന്നുള്ള കാര്യമാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം കൂടെ. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ പറയുകയാണ്, മഞ്ഞുമ്മൽ ബോയ്സ് തീർച്ചയായിട്ടും 2018 റെക്കോർഡ് തകർത്തിരിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒപ്പം ഈ ഒരു സിനിമ എടുത്തു പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല, സാധാരണ ബാക്കിയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒപ്പം സിനിമകൾ കുറവായിരുന്നു, അല്ലെങ്കിൽ അതിന് ഒക്കെ ഓടാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരുന്നു മുന്നിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. പ്രേമലു എന്ന മികച്ച സിനിമയുണ്ടായിരുന്നു. ഏകദേശം 80 കോടിക്ക് അടുത്തുള്ള ഈ സിനിമയ്ക്കൊപ്പമാണ് ഈ സിനിമ ഇറങ്ങിയത്. ഒപ്പം മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും മികച്ച സിനിമയായ ഭ്രമയുഗം, അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് വേൾഡ് വൈഡായിട്ട് വാഴ്ത്തപ്പെട്ട ആ സിനിമയുണ്ട്. ഇപ്പോഴും ആ സിനിമയും ഓടുന്നു. ഈ 2 സിനിമകൾക്കിടയിൽ നിന്നാണ് ഈ സിനിമ 100 കോടി നേടുന്നത്. അത് തന്നെ ഒരു കാര്യം തെളിയിച്ചു തരികയാണ്, വേറെ ഒന്നുമല്ല, നല്ല സിനിമകൾ തരൂ, ആളുകൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഈ 3 സിനിമകൾ വിജയിക്കണമെങ്കിൽ ഒപ്പം ഇതിനൊപ്പം ഇറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയുണ്ടായിരുന്നു. അതും മികച്ച സിനിമയായിരുന്നു. ആ സിനിമയും ഓടി, അതിൻ്റെ ഒപ്പവും ഓടുമ്പോൾ നമുക്കൊരു കാര്യം വെളിവാകുന്നു, വ്യത്യസ്ത ജോണറുകളിൽ മികച്ച രീതിയിൽ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമ വരികയാണെങ്കിൽ അത് വലിയ വിജയമാകും എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 60 കോടിക്കടുത്ത് നിൽക്കുന്ന ഭ്രമയുഗവും 80 കോടിക്കടുത്ത് നിൽക്കുന്ന പ്രേമലുവും ഓടുമ്പോൾ 100 കോടിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള സിനിമകളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ സിനിമ ഓടുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. തമിഴ്നാട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഈ സിനിമ എങ്ങനെ പ്രകടനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. ഒരു പക്ഷേ വേറെയുള്ള സ്ഥലങ്ങളിൽ ഈ സിനിമയ്ക്ക് അത്ര കിട്ടിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രതികരണം കിട്ടിയിരുന്നില്ലെങ്കിൽ നമുക്ക് കാണാം അതും ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള സിനിമകൾ പോലെ തന്നെ നിന്നേനെയും എന്നുള്ളത്. ഇനിയും നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു സിനിമയുടെ തൊട്ടു പിന്നാലെ പ്രേമലുവും 100 കോടി കടക്കും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം മമ്മൂട്ടി നായകനായി എത്തിയ ഈ പറഞ്ഞ പോലെ ഉള്ള ഭ്രമയുഗം 75 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് മലയാളം ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ കാണിച്ചു തരികയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ഇവിടെ ആ ഒരു തരംഗം സൃഷ്ടിക്കണമെങ്കിൽ സിനിമയുടെ കണ്ടന്റ് മാത്രമാണ് ആളുകളെ, അതേപോലെ അത് ചെയ്തിരിക്കുന്ന രീതികളും മലയാളികളെ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ സ്റ്റാർഡമോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. നല്ല കണ്ടന്റ് വരൂ, നല്ല സിനിമകൾ തരൂ, ജനങ്ങൾ സ്വീകരിക്കപ്പെടും. മിഥ്യാധാരണകൾ മാറ്റൂ. ഞങ്ങളുടെ സിനിമകൾ ചെയ്തിട്ട് നല്ലതല്ല അത്ത സിനിമകൾ അല്ലെങ്കിൽ മോശമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മോശമാണെന്ന് ജനങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കുക. കാരണം 100ഉം 150ഉം രൂപ നൽകി ജനങ്ങൾ നൽകുന്നതാണ് ഈ കാണുന്ന 100 കോടി എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ തന്നെ ഏത് സിനിമാ പ്രവർത്തകനും മനസ്സിലാക്കാം ഇത് അവർക്ക് വേണ്ടി ഇറക്കുന്നതാണ്. ഞാൻ ചെയ്ത പടം 50 പേരുടെയോ 5000 പേരുടെയോ 5 ലക്ഷം പേരുടെ കഷ്ടപ്പാടല്ല, ജനങ്ങൾ തരുന്ന ഈ ഒരു ഭിക്ഷ തന്നെയാണ് ഈ സിനിമയെ 100 കോടി എത്തുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന 100-150 കോടി കാശുകൾ കൂട്ടി വെച്ചാണ് ഈ 100-150 രൂപ
കൂട്ടി വെച്ചാണ് 100-150 കോടികൾ ഉണ്ടാകുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യേണ്ടത്, അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സിനിമ വിജയിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന. അതുതന്നെയാണ് 3-4 സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടും എല്ലാം വിജയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എല്ലാത്തിലും നല്ല മികവുറ്റ സിനിമകളായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി സിനിമ ചെയ്താൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആണ് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ വിജയമാകും. എന്തായാലും മലയാള സിനിമ നല്ല പീക്ക് ടൈമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നാളുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയും വരുന്ന സിനിമകളും മികച്ചതാവട്ടെ, തട്ടിക്കൂട്ട് സിനിമകൾ ഒഴിവാക്കുക, നല്ല സിനിമകളിലേക്ക് കടന്നു പറ്റട്ടെ. അതുപോലെ ഇനി തൊട്ടു പിന്നാലെ തന്നെ പ്രേമലുവും 100 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.